ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ബീറ്റ്റൂട്ട് വെച്ചുള്ള എന്തോ ഒരു വിഭവമാണെന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ബീറ്റ്റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ബീറ്റ്റൂട്ട് വെച്ചുള്ള പച്ചടി, അതുപോലെ മെഴുക്ക് വരട്ടി, തോരനൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ബീറ്റ്റൂട്ട് വെച്ച് ഒരു വ്യത്യസ്തമായ വിഭവം ഉണ്ടാക്കി നോക്കാം. ഈ ഒരു കോമ്പിനേഷൻ മിക്കവർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ടേസ്റ്റാണ്. ബീറ്റ്റൂട്ടും പരിപ്പും കൂടി ഇട്ടിട്ടുള്ളൊരു തോരനാണ്. നല്ല ടേസ്റ്റുള്ള തോരനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ബീറ്റ്റൂട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. അതുപോലെ പരിപ്പ് വേവിച്ചെടുക്കണം. പരിപ്പ് ഒരുപാട് വെന്ത് പോകരുത്, അതാണ് ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ കുറച്ച് ഉള്ളി, തേങ്ങ ഒക്കെ വേണം. അത് കടുകൊക്കെ വറുത്ത് നമ്മൾ ചെയ്യുന്നത്, അത് നമുക്ക് വഴിയേ കാണാം. അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ പരിപ്പൊന്ന് വേവിച്ചു എടുക്കാം. ഇത് തൂരപ്പരിപ്പാണ് ഇതിന് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് തുവരപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ 100 ഗ്രാം തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ബീറ്റ്റൂട്ട് 300 ഗ്രാമും. 300 ഗ്രാം ബീറ്റ്റൂട്ടിന് 100 ഗ്രാം തുവരപ്പരിപ്പ്. ഇനി ഇത് നല്ലോണം കഴുകിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പും വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം. പരിപ്പ് വേകാനുള്ള വെള്ളം എടുക്കണം. അതായത് പരിപ്പിൻ്റെ 2.5 മുതൽ 3 ഇരട്ടി വരെ വെള്ളം എടുക്കാം. ഒരുപാട് വെള്ളമാവരുത്. ഇത് നമ്മൾ വറ്റിച്ചെടുക്കുന്നതാണ്. ഒരുപാട് വെള്ളത്തിൽ വെക്കുന്ന കറിയല്ല. ഒരു 2 വിസിലൊക്കെ കേൾക്കുമ്പോൾ ഓഫ് ചെയ്ത് വെച്ചാൽ തണുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വേവ് റെഡി ആയിരിക്കും. ഓരോ കുക്കറിനും പരിപ്പിനും അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നേക്കാം. എന്താണെങ്കിലും പരിപ്പ് അധികം വേകാതെ വേറിട്ട് നിൽക്കണം. പരിപ്പ് വേകുന്ന സമയത്ത് നമുക്ക് ബീറ്റ്റൂട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കണം. എത്രയും ചെറുതാക്കാവോ അത്രയും നല്ലതാണ്. ഗ്രേറ്റ് ചെയ്തെടുക്കണ്ട. ഇനി ഇതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാനൊരു ചോപ്പറിലിട്ടിട്ടൊന്ന് നുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് തന്നെ നുറുക്കിയെടുത്തിട്ടുണ്ട്. പരിപ്പ് ഇതാ നല്ലോണം തണുത്തതിന് ശേഷം ഞാൻ തുറന്ന് നോക്കി ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്. അത് വേണമെങ്കിൽ നമുക്കൊരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഒരുപാട് വേവിച്ച് കളയരുത്. ഇനി നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയോ പാനോ എന്തെങ്കിലും വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് കടുകിടാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ 2-3 ഉള്ളി ഇട്ട് കൊടുക്കാം. 2-3 മുളക്, വറ്റൽമുളകാണ്, അതും കൂടി ഇടാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതൊക്കെ കൂടി ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയൊരു സവാളയും 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും ഇട്ടപ്പോഴേക്കും ക്യാമറ ഓഫായിപ്പോയി. സാരില്ല, പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിനകത്തേക്ക് നമുക്ക് 3-4 വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടി ചതച്ചത് അല്ലെ പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യമേ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എരിവ് ആവശ്യത്തിനനുസരിച്ച്, ഓരോരുത്തർക്കും എരിവ് എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. കുറച്ച് എരിവ് മതി എന്നുള്ളവർ 1/2 ടീസ്പൂണൊക്കെ ഇട്ടാലും മതിയാവും. ഇനി നമുക്കതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 1/4 ഭാഗം വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ഇറക്കി കൊടുക്കാം.
എല്ലാം കൂടി ഒന്ന് യോജിച്ച് റെഡിയായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പും കൂടി ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം. അടിപൊളി. ബീട്രൂട്ട് എങ്ങനെ വെച്ചാലും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. എൻ്റെ ചാനൽ ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് നല്ല പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.